യഥാർത്ഥ മദ്യനയ കേസിലെ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. കെജ്രിവാളിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു. ആം ആദ്മി പാർട്ടി നേതാവെന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാൾ നയരൂപീകരണത്തിലും കോഴ ചോദിക്കുന്നതിലും ഇടപെട്ടുവെന്നും ഡൽഹി ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, വലിയ തിരിച്ചടിയാണ് അർജുൻ കെജ്രിവാളിനെ സംബന്ധിച്ചും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ അത് വലിയ തോതിൽ സ്വാധീനിക്കാനിടയുണ്ട്. എന്തൊക്കെയാണ് കോടതി പറഞ്ഞ എന്ത് കാരണങ്ങൾ നിരത്തിയാണ് ഈ ഹർജി തള്ളിയത്? ദിവിഷ, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കോടതി അരവിന്ദ് കെജ്രിവാളിനെതിരെ പറഞ്ഞിരിക്കുന്നത്. ഈ വിധി പ്രസ്താവത്തിലൂടെ പ്രധാനമായിട്ടും ആം ആദ്മി പാർട്ടി കൺവീനർ എന്ന നിലയിലും ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിലും മദ്യനയം രൂപീകരിക്കുന്നതിലും അതിലെ അഴിമതിയിലും പ്രത്യേകിച്ചും കോഴ ചോദിക്കുന്നതിലുൾപ്പെടെ അരവിന്ദ് കെജ്രിവാളിന്റെ പങ്ക് വ്യക്തമാണ് എന്നുള്ള കാര്യം കോടതി വിധി പ്രസ്താവത്തിലൂടെ പറഞ്ഞിരിക്കുന്നു. ഈ അറസ്റ്റിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് അരവിന്ദ് കെജ്രിവാൾ കോടതിയെ സമീപിച്ചിരുന്നത് അല്ലെങ്കിൽ സമർപ്പിച്ചിരുന്നത്. ഏപ്രിൽ 3-ാം തീയതി വിശദമായിട്ടുള്ളൊരു വാദം കേൾക്കുന്നു. അതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗം അല്ലെങ്കിൽ പ്രധാനമായിട്ടും അവരുടെ വാദം എന്ന് പറയുന്നത് ഈ അറസ്റ്റ് നടന്ന സമയം അത് തിരഞ്ഞെടുപ്പിന് അടുത്ത സമയമാണ്, അത് ഒരു ഗൂഢാലോചനയാണ്, BJP തനിക്കെതിരെ നീങ്ങുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെച്ച് തന്നെ പ്രചാരണ ഘട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രചാരണത്തിൽ നിന്നും അകറ്റാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നു, അത് ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നതിലടക്കം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ അതുപോലെയുള്ള സാഹചര്യങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതിനെതിരെ EDയുടെ മറുവാദങ്ങൾ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്യാനുമെല്ലാം കൃത്യമായിട്ടുള്ള തെളിവുകൾ തനിക്കെതിരെ ഉണ്ടായിരുന്നു. 4 പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകൾ അടക്കം, അതായത് വാട്സപ്പ് ചാറ്റുകളും അതുപോലെ കോൾ റെക്കോർഡിങ്ങും വീഡിയോ കോൾ ഉൾപ്പെടെയുള്ള കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ അരവിന്ദ് കെജ്രിവാളിനെ എതിരെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും കസ്റ്റഡിയിലെടുത്തത് എന്നുള്ള കാര്യം. മറ്റൊരു കാര്യം, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിന് മറ്റൊരു നിയമം എന്നുള്ള കാര്യം ഒരിക്കലും അനുശാസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നൽകാൻ പറ്റില്ല. ഈ രാജ്യത്തെ ഏതൊരു പൗരനും ഉള്ള അതേ നിയമം തന്നെ അരവിന്ദ് കെജ്രിവാളിനും പാലിക്കണം എന്നുള്ള കാര്യമാണ്. അതിപ്പോൾ കോടതിയും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ സിറ്റിംഗ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി അറസ്റ്റിനെതിരെ വാദിക്കാനോ ഹർജി നൽകാനോ അരവിന്ദ് കെജ്രിവാളിന് യാതൊരു അങ്ങനെയൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി തള്ളുന്നതായിട്ടാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള തിരിച്ചടി ആം ആദ്മി പാർട്ടിക്കും അതുപോലെ അരവിന്ദ് കെജ്രിവാളിനും സംഭവിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഈ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിലയ്ക്ക് ദേശീയ പാർട്ടിയുടെ കൺവീനർ തന്നെ ഇനിയും ജയിലിൽ തുടരേണ്ടി വരും. ഏപ്രിൽ 15 വരെയാണ് അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെ തുടരുക, തിഹാർ ജയിലിൽ. അതിനുശേഷമായിരിക്കും മറ്റും നടപടികൾ. അരവിന്ദ് കെജ്രിവാളിന്റെ ഭാവി ഏത് രീതിയിൽ പോകും, തുടർന്നും കസ്റ്റഡിയിൽ തന്നെയായിരിക്കും, CBI കസ്റ്റഡിയിലെടുക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകേണ്ടത് ഏപ്രിൽ 15 അദ്ദേഹത്തെ വീണ്ടും റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഡൽഹിയുടെ ഭരണത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ആം ആദ്മി സർക്കാരിന്റെ ഭരണത്തിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഭഗവന്ത് മാനും ഡൽഹിയിലെ നേതാക്കളും മന്ത്രിമാരും പങ്കെടുക്കുന്ന ഒരു സുപ്രധാന യോഗം ആം ആദ്മി പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചടി ഉണ്ടായെങ്കിലും അത് പാർട്ടിക്ക് ഒരു കോട്ടം തട്ടാതെ അതല്ലെങ്കിൽ ഭരണത്തിലൊരു കോട്ടം തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ യോഗങ്ങളിൽ ചർച്ചയാകുമെന്നുള്ള കാര്യമാണ് വ്യക്തമായിരിക്കുന്നത്. അർജുൻ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി ഇത് BJPയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ നടപടികൾ എന്നതാണല്ലോ ആം ആദ്മി പാർട്ടിയും പ്രതിപക്ഷവും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ അതേസമയം ഇത് നിയമപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുവെന്നായിരുന്നു BJPയുടെ പ്രതിരോധം. ഈ കോടതിയുടെ ഇത്തരം നിരീക്ഷണങ്ങൾ, അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിൽ ഇടപെട്ടു എന്ന നിലയിലുള്ള നിരീക്ഷണങ്ങൾ അതിനി ഈ തെരഞ്ഞെടുപ്പ് ഗോധയിൽ അത് പല വിധത്തിൽ ഉപയോഗിക്കപ്പെടില്ലേ? തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തും അല്ലെങ്കിൽ ഉപയോഗപ്പെടും എന്നുള്ള കാര്യം തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. കാരണം ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും കടന്നുവരവ് എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ചും അഴിമതിക്കെതിരെ ഒരു പോരാട്ടം നടത്താൻ അല്ലെങ്കിൽ അഴിമതിക്കെതിരെയുള്ളൊരു കടന്നുവരവായിരുന്നു ആം ആദ്മി പാർട്ടിയുടേത്. അത്തരത്തിലുള്ള ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം ഡൽഹിയിൽ ചെറുതായി കയറി വരുന്നു, കുറച്ച് സീറ്റുകൾ വിജയിക്കുന്നു, പിന്നീട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഡൽഹിയിൽ അധികാരം പിടിക്കുന്നു, അതിന് പിന്നാലെ പഞ്ചാബിലും അധികാരം പിടിക്കുന്നു, ഇപ്പോൾ ഗോവയിലും വലിയൊരു സ്വാധീനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്, ഗുജറാത്തിലും ആം ആദ്മി പാർട്ടി എന്ന കാര്യം പറയാനായിട്ട് സാധിക്കും. അതിന് പിന്നാലെയാണ് കേന്ദ്ര പാർട്ടി അല്ലെങ്കിൽ ഒരു ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനം പോലും ഉണ്ടാക്കിയെടുക്കുന്നത്. ആ പാർട്ടിയുടെ
കൺവീനറാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അഴിമതി കേസിൽ തന്നെ അകപ്പെട്ട് ജയിലിനകത്തായിരിക്കുന്നത്. അതിനോടൊപ്പം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ചും NDA മുന്നണി അത് വലിയ രീതിയിൽ പ്രതിപക്ഷത്തിനെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും. അതിനെതിരെയുള്ള മറുവാദം അല്ലെങ്കിൽ മറുപ്രചാരണം എന്ന് പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുർവിനിയോഗം ചെയ്തുകൊണ്ടുള്ള NDAയുടെ കടന്നുകയറ്റം, പ്രത്യേകിച്ചും ഇലക്ട്രൽ ബോണ്ടുകൾ ചൂണ്ടിക്കാണിക്കാം. അതിലെ BJPയുടെ കണക്കുകൾ, അതിനെതിരെ അന്വേഷണം നടക്കുന്നില്ല. മറിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ, പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള അന്വേഷണത്തെയും നടപടികളെയും ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഇതിനോടകം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള സമരങ്ങൾ, പ്രത്യേകിച്ചും രാജ്യം ഇതിനോടകം ആം ആദ്മി പാർട്ടിയുടെ തന്നെ പല രീതിയിലുള്ള സമരങ്ങൾ കണ്ടു കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അതെല്ലാം ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുക. ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ കോടതി ഇത്തരത്തിൽ പറയുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ പക്കലുള്ള തെളിവുകൾ അല്ലെങ്കിൽ EDയുടെ പക്കലുള്ള തെളിവുകൾ ഈ കാര്യങ്ങൾ തെളിയിക്കുന്നുള്ള കാര്യം. പ്രത്യേകിച്ചും ഈ ഇടക്കാല ആശ്വാസം ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയായിരുന്നു നേരത്തെ മാർച്ച് 21 വിധി പറഞ്ഞത് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ. അന്ന് EDയോട് ഈ തെളിവുകളെല്ലാം അല്ലെങ്കിൽ ഈ രേഖകൾ, അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള രേഖകൾ മുദ്രവെച്ച പേപ്പറിൽ ഹാജരാക്കാൻ വേണ്ടി കോടതി ആവശ്യപ്പെട്ടിരുന്നു. ആ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഒരു ഇടക്കാല ആശ്വാസം അല്ലെങ്കിൽ അറസ്റ്റ് പോലുള്ള നടപടികൾ തടയാൻ വിസമ്മതിക്കുക ആയിരുന്നു അന്ന് ഹൈക്കോടതി ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ അന്ന് രാത്രി അരവിന്ദ് കെജ്രിവാളിനെ വീട്ടിലെത്തി ED അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നാലെ ED കസ്റ്റഡിയിലേക്ക് 2 തവണ വിടുന്നു. ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലും ആയിരിക്കുന്നു. അങ്ങനെ കൃത്യമായി തെളിവുകൾ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതി, ഡൽഹി ഹൈക്കോടതി ഈ കാര്യങ്ങളുമായി, ഈ നടപടിയുമായി അല്ലെങ്കിൽ ഈ വിധി പ്രസ്താവമായി മുന്നോട്ട് പോയിരിക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നേരത്തെ കെജ്രിവാളിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണ്, പക്ഷേ അതിനുള്ള EDയുടെയൊക്കെ മറുപടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുവെന്നായിരുന്നു. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഈ ഹർജിയുടെ ഭാഗമായിട്ട് കോടതിയിൽ പറയുകയുണ്ടായോ? അതിലെന്തെങ്കിലും നിരീക്ഷണം കോടതി നടത്തുകയുണ്ടായോ? അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ വാദങ്ങളോ ഇന്ന് അല്ലെങ്കിൽ ഈ വാദം നടന്ന ഏപ്രിൽ 3-ാം തീയതി ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം അന്ന് ആം ആദ്മി പാർട്ടിയുടെ വാദം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ തൂക്കം അത് കുറഞ്ഞുകൊണ്ടുവരുന്നു, അദ്ദേഹം ക്ഷീണിതനാണ് എന്നുള്ള കാര്യമാണ്. അന്ന് ത്രിഹാർ ജയിൽ അധികൃതർ തന്നെ നേരിട്ട് അതിനെതിരെ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ തൂക്കം എന്ന് പറയുന്നത് 63 കിലോ ആയി തന്നെ തുടരുന്നു എന്നുള്ള കാര്യമാണ്. 10 കിലോ കുറഞ്ഞു, 55 കിലോയിൽ താഴെ പോയി എന്നുള്ള കാര്യമായിരുന്നു ആം ആദ്മി പാർട്ടി ഉന്നയിച്ചിരുന്നത്. എന്നാൽ 63 കിലോ ആയി തന്നെ തുടരുന്നു എന്നുള്ള കാര്യം തിഹാർ ജയിൽ അധികൃതർ അന്ന് കോടതി അറിയിച്ചിരുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ എന്തായാലും നിലവിൽ ഈ ഘട്ടത്തിൽ കോടതി എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആ വാദങ്ങളോ നിരീക്ഷണങ്ങളോ ഒന്നും തന്നെ നിലവിൽ കോടതിയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ പറയാനായിട്ട് സാധിക്കും. മറിച്ച് തെളിവുകളുടെയും ഈ മറ്റ് സാക്ഷിമൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവവുമായി ഡൽഹി ഹൈക്കോടതി മുന്നോട്ട് പോയിരിക്കുന്നത് എന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ശരി.